ഇനിയിപ്പോൾ കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഫോർട്ട് കൊച്ചിയിൽ വിനോദസഞ്ചാരിയെ ആക്രമിച്ച മൊബൈൽ ഫോണും പണവും കവർന്ന കേസിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. സഹൽ, ആദർശ്, ഷൈജു എന്നിവരാണ് പിടിയിലായത്. നിതിൻ സേവ്യർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. നിതിൻ, എപ്പോഴായിരുന്നു ഈ ഒരു മോഷണം? ഈ പ്രതികൾ 3 പേർ ഫോർട്ട് കൊച്ചിക്കാർ തന്നെയാണോ? എങ്ങനെയാണ് ഇവരിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പോലീസിന് സാധിച്ചത്? ഒറീസ സ്വദേശിയായ ദാരാ സിംഗിന്റെ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നത്. 2 ദിവസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഒറീസ സ്വദേശി അദ്ദേഹം ഈ ബീച്ചിന് സമീപമുള്ള ഫോർട്ട് കൊച്ചി ബീച്ചിന് സമീപം തന്നെയുള്ള ഒരു വാഷ്റൂമിൽ കയറിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഈ പ്രതികളിൽ 2 പേർ ഇദ്ദേഹത്തിന്റെ 2 കൈകളിൽ പിടിച്ചു വെക്കുകയും ഒപ്പം മൂന്നാമത്തെ ആൾ ഇയാളുടെ മുഖത്തും തലയിലും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ക്രൂരമായി ഈ പരാതിക്കാരനെ വിനോദസഞ്ചാരിയെ മർദ്ദിച്ച ശേഷമാണ് ഇയാളുടെ പാന്റിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും ഒപ്പം 560 രൂപയും ഇവർ മോഷ്ടിക്കുന്നത്. 4മതൊരു വ്യക്തി കൂടി ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ഇയാൾ ഈ വാഷ്റൂമിന് പുറത്തു നിന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ 4 പ്രതികൾ ചേർന്നാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. പിന്നീട് ഇയാൾ സംഭവശേഷം ഉടൻ തന്നെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതികളെ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കണ്ടെത്തിയ 3 പ്രതികളെയും പോലീസ് നിലവിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സഹൽ, ആദർശ്, ഷൈജു എന്നീ 3 പ്രതികളെയാണ് നിലവിൽ പിടികൂടിയിട്ടുള്ളത്. 3 പേരും ഫോർട്ട് കൊച്ചി സ്വദേശികൾ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 4മന് വേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ പോലീസ് നടത്തുന്നുണ്ട്. മറ്റാരെങ്കിലും ഇതിൽ സഹായിച്ചിട്ടുണ്ടോ, സമാനമായ മറ്റു കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ ഏർപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ശരി, നിതിൻ സേവ്യറാണ് ഈ മോഷണത്തിന്റെ വിവരങ്ങൾ നൽകിയത്.